ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നെ പോലൊരു മോളെ കിട്ടിയത് എന്റെ ഭാഗ്യമാ. അനിയന്റെ ഭാര്യയാണെങ്കിലും ഇവളെ കാണുമ്പോ എനിക്ക് ഈ വീട്ടിലെ ഏട്ടത്തിമേട്ട തോന്നുന്നു. അമ്മയുടെ അനുഗ്രഹം മോൾക്ക് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് മോൾ എവിടെയും തോൽക്കില്ല. നമ്മുടെ പഴയ മാനേജർ സ്വാമിയാ വിളിക്കുന്നത്. ഒരു മിനിറ്റേ. ആ സ്വാമി പറയൂ. ആ അഡ്വക്കേറ്റ് നരസിംഹൻ സാറ് ഇപ്പൊ വിളിച്ചിരുന്നു. രാവിലെ അച്ഛനെയും കൊണ്ട് ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. നാളെ കേസ് ഫയൽ ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പണം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതിനേക്കാളും വലിയ എന്ത് പ്രശ്നമുള്ളത്? ഒറിജിനൽ ഡോക്യുമെന്റ്സ് വക്കീല് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഉണ്ടെന്നും പറയാൻ പറ്റില്ലല്ലോ. അതെല്ലാം അവന്തിക മോഷ്ടിച്ചോണ്ട് പോയില്ലേ? അത് വക്കീലിന് അറിയില്ലല്ലോ. നമുക്ക് അദ്ദേഹത്തോട് കാര്യം പറയാം. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുത്തേ പറ്റൂ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നുമില്ല. ഒരു വഴിയുണ്ട്. എന്ത് വഴി? അച്ഛന്റെ അലമാരയിൽ നിന്നും അവന്തിക ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചല്ലേ കൊണ്ടുപോയത്? അതുപോലെ തിരിച്ചും മോഷ്ടിക്കണം. അല്ലാതെ വേറെ വഴിയില്ല. ഏയ്, അതൊന്നും നടക്കും തോന്നുന്നില്ല. അവിടെ പോയി ആര് മോഷ്ടിക്കാനാ? അതിനെപ്പറ്റി ഏത് കള്ളന്മാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? കള്ളന്മാരെ ഒന്നും വിശ്വസിക്കണ്ട. പക്ഷെ എന്നെ വിശ്വസിക്കാം. എന്താ പറഞ്ഞേ? എന്നെ വിശ്വസിക്കാന്ന് മനസ്സിലായില്ലേ? ഞാൻ പോയി അവന്തികയുടെ വീട്ടിൽ നിന്നും ആ ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചു കൊണ്ടുവരാം. എന്താ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കാർക്കും വിശ്വാസം വരുന്നില്ലേ? എന്നെ കൊണ്ടിത് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, അങ്ങനല്ല. ധനുഷ് വിചാരിച്ച. പക്ഷേ മോഷ്ടിക്കുമെന്നൊക്കെ പറയുമ്പോ മോഷ്ടിക്കാന്ന് പറയുമ്പോ മോഷ്ടിക്ക തന്നെ, അല്ലാതെന്താ? എന്നാ പിന്നെ ഞാനും കൂടെ വരാം. ആ, ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് പോവാം. ഇതെന്താ വല്ല സിനിമയ്ക്കും പോവാണോ? എല്ലാവരും കൂടി ഒരുമിച്ച് പോവാൻ? നിങ്ങൾ ആരും വരണ്ട. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോ ഒറ്റയ്ക്ക് തന്നെ പോകുന്നതാണ് നല്ലത്. കേട്ടിട്ടില്ലേ, കള്ളൻ കാറ്റുപോലെ വരണമെന്ന്? ഒരു നേരിയ ശബ്ദം പോലും ഉണ്ടാക്കാതെ. പറയുന്ന കേട്ടിട്ട് നിനക്ക് മോഷ്ടിച്ച് നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നല്ലോ. ആ, അങ്ങനെ പരിചയമൊന്നുമില്ല. പക്ഷേ ഈ മോഷണം ന്യായത്തിനും നേരിനും വേണ്ടിയാ. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാനിത് ചെയ്തിരിക്കും.